എൽദോസിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ആ സന്ദർഭത്തെ ആളുകൾ നോക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. അമ്മയും സഹോദരിയും ഒക്കെ തന്നെ പോറ്റേണ്ട ബാധ്യത വന്നു ചേർന്ന ഒരു യുവാവായിരുന്നു. ആ യുവാവാണ് മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. ആനയുടെ കൊലവിളിയിൽ ജീവിതം പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, അപ്രതീക്ഷിതമായ വേർപാടാണ്. എത്രത്തോളം പ്രതിഷേധവും സങ്കടവും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്? തീർച്ചയായും 1:45 കൂടിയാണ് എൽദോസിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ എത്തിച്ച ഘട്ടത്തിൽ വൈകാരികമായിട്ടുള്ള ഒട്ടനവധി ദൃശ്യങ്ങൾക്കാണ് അവിടെ വേദിയായത്. കാരണം കഴിഞ്ഞ ദിവസം ജോലിക്കെന്ന് പറഞ്ഞു പോയതാണ്. അതിനുശേഷം മടങ്ങിയെത്തിയത് ചേതനയേറ്റ ശരീരമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക അത്താണിയായിരുന്നു എൽദോസ്. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും, മാത്രമല്ല സഹോദരി നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. അപ്പോൾ ഈ പ്രായമായ അച്ഛനെയും അമ്മയും ഒക്കെ പരിചരിക്കുന്നതും നോക്കുന്നതും ഒക്കെ എൽദോസ് ആയിരുന്നു. അപ്പോൾ എൽദോസിന്റെ വേർപാട് ആ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിനാകെ ഒരു വേദനയായിരിക്കുകയാണ്. ഏവരുടെയും മൃതദേഹം വീട്ടിലെത്തിച്ച ഘട്ടത്തിൽ ഏവരുടെയും കണ്ണുകൾ ഈറാനണിഞ്ഞു. കാരണം അത്രത്തോളം ഈ നാട്ടിലൊരു പ്രധാനിയായിരുന്നു എൽദോസ്. അങ്ങനെ മാത്രമല്ല ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് എൽദോസ് കൊല്ലപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഈ നാടാകെ കടന്നു പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്രത്തോളം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ ശുശ്രൂഷകളും മറ്റും നടക്കുകയാണ്. ഇതിനുശേഷം മൃതദേഹം തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം തൊട്ട് അപ്പുറത്തുള്ള സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ക്രമീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലും മറ്റും സെക്യൂരിറ്റി ജോലിയും ഒക്കെ ചെയ്യുകയാണ് എൽദോസ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയത്. വീട്ടിൽ നിന്ന് കൊച്ചിയിൽ എത്തുക എന്ന് പറയുന്നതും ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. കാരണം ഈ കാട് താണ്ടി കാട്ടാനകളെയൊക്കെ ആ ഒരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നു വേണം ജോലി തേടി ടൗണിലെത്താൻ. അതിനുശേഷം ഈ ജോലിയൊക്കെ തേടി തിരിച്ച് വീട്ടിൽ തന്നെ എത്തണം. കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. കാരണം ആർക്കും കേൾക്കാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ഒരു മനുഷ്യനെ ആന ക്രൂരമായി തന്നെ പെരുമാറിയിരുന്നു. ശരീരം ഛിന്ന ഭിന്നമായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലും നാട്ടുകാർക്ക് കേൾക്കാൻ കഴിയുന്നതല്ല, അല്ലേ രാഗിൻ? പ്രജീഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഈ എൽദോസ് കൊല്ലപ്പെടുന്നത്. കാരണം മൃതദേഹം ഒക്കെ തന്നെ അങ്ങനെ ഛിന്നഭിന്നമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അതിന്റെ ആ ഒരു പ്രതിഷേധം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇത്രയധികം വിഷയം ഇവിടെ ഉണ്ടായത്. കാരണം മൃതദേഹം എടുക്കാൻ അനുവദിച്ചില്ല. കാരണം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ആണ് പിന്നീട് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്ന നിലയൊക്കെ ഉണ്ടായത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം കൈകൂപ്പി ജനങ്ങളോട് അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കൈകൂപ്പുകയോ അപേക്ഷിക്കുകയോ അല്ല, മറിച്ച് നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഇപ്പോഴും ജനങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. അതിൽ നടപടി എന്ന് പറയുമ്പോൾ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രധാനമായും പ്രാഥമികമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന, അതായത് വഴിവിളക്ക് ഉണ്ടാക്കുക, വഴിവിളക്ക് തെളിയിക്കുക, വഴിവിളക്ക് സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ഫെൻസിങ് സംവിധാനം ഉറപ്പാക്കുക, മാത്രമല്ല കിടങ്ങുകൾ തയ്യാറാക്കുക, ഇത്രത്തോളം എണ്ണി പറയാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് വേണം എന്നതാണ് ആവശ്യം. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയമുണ്ട്. ഒന്ന്, എൽദോസിന്റെ വേർപാട് ഈ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിന് നേരത്തെ സൂചിപ്പിച്ച നാടിനാകെ ഒരു വേദനയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ ഒരു എലമെന്റ് ഉണ്ട്. കാരണം കാട്ടാന ഭീതിയിൽ തന്നെയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എൽദോസ്, മറ്റു പലരും ചോദിക്കുന്നുണ്ട് നാളെ ഞങ്ങളിൽ ആരൊക്കെയായിരിക്കാം ഇങ്ങനെ ഒരു മരണത്തിന് കീഴ്പ്പെടേണ്ടി വരിക എന്ന കാര്യവും അവർ ചോദിക്കുന്നുണ്ട്. കാരണം അതിനൊന്നും തന്നെ പ്രശ്നപരിഹാരമായിട്ടില്ല. ഇതോടൊപ്പം തന്നെ പ്രതിഷേധവുമുണ്ട്. ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ അധികാരികൾ പ്രത്യേകിച്ചും ഒരു നടപടിയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വീകരിക്കുന്നില്ല എന്ന പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല എൽദോസിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒന്ന് വളരെ നിർധനരായിട്ടുള്ള കുടുംബമാണ്. മാത്രമല്ല അച്ഛനും അമ്മയും, 40 വയസ്സ് മാത്രമേ എൽദോസിന് പ്രായമുള്ളൂ. എൽദോസ് പോയി വേലയെടുത്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ആ കുടുംബം കഴിയാൻ പ്രധാനമായും. അപ്പോൾ മാത്രമല്ല പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഏക ആശ്രയം എൽദോസ്. ഇതൊക്കെയാണ് ഇപ്പോൾ രാഗിൻ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല ആ വിഷമങ്ങൾ. ആ കുടുംബത്തിന് എന്തായാലും ഇത് നേരിടാനുള്ള ഒരു കരുത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എത്ര പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ എത്ര ധനസഹായം ഒക്കെ തന്നെ നൽകിയാലും ആ മരണപ്പെട്ടയാൾ തിരികെ വരില്ല. ഒരു കുടുംബമാണ് അനാഥമായിരിക്കുന്നത്.